പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മള് പ്ലാന്റ് ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 5 പ്ലാന്റ് ഹോർമോണുകളാണ് പഠിക്കാനുള്ളത്. പ്ലാന്റ്സിലുള്ള 5 ഹോർമോണുകള്. അപ്പൊ നിങ്ങൾ ഇത് ഓൾറെഡി 10th പഠിച്ചിട്ടുള്ളതാണ്. ഈ 5 ഹോർമോണുകളുടെയും പേരും ചെറിയ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ 5 പ്ലാന്റ് ഹോർമോണുകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ആ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈനിൻസ്, എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ഇങ്ങനെ 5 പ്ലാന്റ് ഹോർമോണുകളുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 പ്ലാന്റ് ഹോർമോൺസിനെ പറ്റിയാണ്. ഓക്കെ, ഈ പ്ലാന്റ് ഹോർമോണുകള് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ അനിമലുകളെ സംബന്ധിച്ച് അനിമൽ ബോഡിയിൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് പ്രത്യേകം ഗ്ലാൻഡ് ഉണ്ടല്ലേ. തൈറോയ്ഡ് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, അങ്ങനെയൊക്കെ ഒരുപാട് ഗ്ലാൻഡുകൾ, തൈമസ് ഗ്ലാൻഡ്, അങ്ങനെയൊക്കെ ഒരുപാട് ഗ്ലാൻഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാൻക്രിയാസ്, ഹൈപ്പോതലാമസ്, ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാൻഡുകളുടെ പേരറിയാം. ആ ഗ്ലാൻഡുകളിൽ നിന്നാണ് ഓരോ ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഗ്ലാൻഡുകളൊന്നുമില്ല. പ്ലാന്റ്സിൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാ? അതിന്റെ റൂട്ടിന്റെ ഷൂട്ടിന്റെ ഒക്കെ ടിപ്പ് ചെയ്യുന്നോ, ഡെവലപ്പിംഗ് ഫ്രൂട്ട്സ് ചെയ്യുന്നോ, ഡെവലപ്പിംഗ് ലീഫ് ചെയ്യുന്നോ, അങ്ങനെ പ്ലാന്റുകളുടെ ഏതെങ്കിലും പാർട്ട്, പ്രത്യേകിച്ച് ഒരു ഓർഗൺ ഇല്ല, പ്രത്യേകിച്ച് ഒരു ഗ്ലാൻഡുകളില്ല. അപ്പൊ ഹോർമോണുകളെ സംബന്ധിച്ച് അനിമലുകളിൽ നമ്മൾ പഠിക്കുന്നതാണ് ധാരാളം ഹോർമോൺസ്. അവിടെ ഓരോ ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യാൻ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ടായിരിക്കും അല്ലെ. ഓരോ ഗ്ലാൻഡിൽ നിന്നാണ് ഓരോ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഗ്ലാൻഡുകളൊന്നുമില്ല. പകരം ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് പാർട്ടുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രധാനമായിട്ടും 5 പ്ലാന്റ് ഹോർമോണുകൾ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈനിൻ, എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. 5 പ്ലാന്റ് ഹോർമോൺ. ഈ പ്ലാന്റ് ഹോർമോണുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. നമ്മളിങ്ങനെ PGRs എന്നുണ്ട്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ പ്ലാന്റ് ഹോർമോണുകൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? പ്ലാന്റ് ഹോർമോൺസ് അഥവാ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കും. പ്ലാന്റ് ഹോർമോൺസ് അഥവാ എന്താണ് പേര്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓർ പ്ലാന്റ് ഹോർമോൺസ്. അപ്പൊ അങ്ങനെ പ്രധാനമായിട്ട് 5 പ്ലാന്റ് ഹോർമോൺ ഉണ്ട്. നമ്മൾ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. ഒന്ന് ഓക്സിൻസ് അല്ലെ, ഓക്സിൻസ്. രണ്ടാമത്തത് ഗിബർലിൻസ്. മൂന്നാമത്തത് സൈറ്റോകൈനിൻസ്. നാലാമത്തത് എത്തിലീൻ. ലാസ്റ്റ് പ്ലാന്റ് ഹോർമോൺ ആണ് അബ്സിസിക് ആസിഡ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 പ്ലാന്റ് ഹോർമോണാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈനിൻ, എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈൻസ്, എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. അപ്പൊ ഇവരെ 5 പേരെയും പ്ലാന്റ് ഹോർമോൺസ് അഥവാ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. എന്താണ് അതിന്റെ മീനിങ്? പ്ലാന്റിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നവര്, നിയന്ത്രിക്കുന്നവര്, കൺട്രോൾ ചെയ്യുന്നവർ എന്നാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിമലുകളെ സംബന്ധിച്ച് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഗ്ലാൻഡുകളുണ്ട്. അതേസമയം പ്ലാന്റ്സിലാണെങ്കിലോ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്ലാൻഡുകളില്ല. ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് പാർട്ടുകളിൽ എന്ത് ചെയ്യുന്നു? ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്നാമത്തെ ഹോർമോണിന്റെ പേര് ഓക്സിൻ, 2 ഗിബർലിൻ, 3 സൈറ്റോകൈനിൻ, എത്തിലീൻ, ലാസ്റ്റ് വൺ ഈസ് അബ്സിസിക് ആസിഡ്. ഇവരുടെ 2 ഗ്രൂപ്പ് ആക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് 2 ഗ്രൂപ്പ് ആക്കുന്നത്? ഇതിൽ ആദ്യത്തെ 3 പേര് ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈൻസ്, ഇവരെ ഞാൻ വിളിക്കുന്നു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഇവരെ ഞാൻ എന്താ വിളിക്കുന്നത്? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. എന്തിനാ അവരെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്? ഇവര് 3 പേരും പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ ഗ്രോത്തിനെ കൂട്ടുന്നു. പെട്ടെന്ന് പ്ലാന്റ് വളരാൻ സഹായിക്കുമ്പോൾ അടുത്ത 2 പേരിലെ ആരൊക്കെയാണ്? എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. എത്തിലീൻ അബ്സിസിക് ആസിഡ് അറിയപ്പെടുന്നത് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്നാണ്. ഇൻഹിബിഷൻ മീൻസ് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുക. അപ്പൊ ആദ്യത്തെ 3 പേര് ഓക്സിൻ, ഗിബർലിൻസ്, സൈറ്റോകൈൻസ്, അവര് 3 പേരെയും പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് വിളിക്കുമ്പോൾ അടുത്ത 2 പേരായിരിക്കും എത്തിലീനെ അബ്സിസിക് ആസിഡിനെ വിളിക്കുന്നത് എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്നാണ്, സസ്യ വളർച്ചയെ തടയുന്നവർ. അപ്പൊ ആദ്യത്തെ 3 പേരും പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അടുത്ത 2 പേര് പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു, തടയുന്നു. അപ്പൊ അതില് നിങ്ങൾക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഫൈൻഡ് ദി ഓഡ് ഓൺ ഔട്ട്. ഇങ്ങനെ വെച്ചിട്ട് ഓക്സിൻ, ഗിബർലിൻ, ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ, ഇവിടെ നിന്ന് അബ്സിസിക് ആസിഡ് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ, അബ്സിസിക് ആസിഡ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ. അപ്പൊ അബ്സിസിക് ആസിഡ് ആണ് ആൻസർ. അടുത്ത ഇങ്ങനെ പറയുന്നത് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ, എത്തിലീൻ. അപ്പൊ അവിടെ നമുക്ക് ആൻസർ പറയാൻ പറ്റും എത്തിലീൻ ആണ് ആൻസർ. കാരണം എന്താ? ബാക്കി 3 പേരും പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും എത്തിലീൻ ആരാണ്? പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററും ആണ്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഫൈൻഡ് ദി ഓഡ് ഓൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 പേരെ കൊടുക്കണം ഓക്സിൻ, ഗിബർലിൻ, ഇവിടത്തെ 2 പേരെ കൊടുക്കണം എത്തിലീൻ, അബ്സിസിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. എന്താ? 2 പേര് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ, 2 പേര് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ. ഇതിൽ നിന്ന് എങ്ങനെയാ നമ്മൾ ഫൈൻഡ് ദി ഓഡ് ഓൺ ഔട്ട്? ഒരാളെ മാത്രം എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് എടുക്കും.
അവിടെ നമ്മൾ വേറൊരു ലോജിക്കാണ്. കാരണം ഈ 5 പ്ലാന്റ് ഹോർമോണുകളിൽ എത്തിലീന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എത്തിലീന് മാത്രം the only one plant hormone which exists in gaseous state. The only one plant hormone which exists in gaseous state. Gaseous state കാണപ്പെടുന്ന ഒരേ ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് ആരെന്ന് പറയുന്നത് എത്തിലീൻ. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരേ ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് ആര്? എത്തിലീൻ. അപ്പൊ അവിടെ ആൻസർ ആരാ? അപ്പൊ രണ്ട് പ്രൊമോട്ടറെ 2 ഇൻഹിബിറ്ററെ തന്നിരിക്കുകയാണ്, ഓക്സിൻ ഗിബർലിൻ, എത്തിലീൻ സൈറ്റോകൈൻ. അവിടെ എടുക്കേണ്ട ലോജിക്ക് നേരത്തെ പോലെയല്ല. ഇവിടെ എന്താണ് പ്രൊമോട്ടർ ഇൻഹിബിറ്റർ എന്നുള്ള കാര്യമല്ല. ഇവിടെ ദ ഓൺലി വൺ പ്ലാന്റ് ഹോർമോൺ എക്സിസ്റ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതാരാണ്? എത്തിലീൻ ആണ്. അപ്പൊ അവിടുത്തെ ഓഡ് വൺ ആരാണ്? എത്തിലീൻ ആണ്. അത് മനസ്സിലായോ? അപ്പൊ ഈ 5 പ്ലാന്റ് ഹോർമോണുകൾ നമ്മൾ പഠിക്കുന്നതിൽ 4 പേരും ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ, അബ്സിസിക് ആസിഡ്, ഇത്രയും പേര് ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഒരേ ഒരു പ്ലാന്റ് ഹോർമോൺ മാത്രം എത്തിലീൻ മാത്രം ഏത് സ്റ്റേജിൽ ഇരിക്കുന്നു? ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ ദ ഓൺലി വൺ പ്ലാന്റ് ഹോർമോൺ വിച്ച് എക്സിസ്റ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് എത്തിലീൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഓരോ ഹോർമോണുകളെയും ഓരോ പ്ലാന്റ് ഹോർമോണുകളെയും 1 by 1 ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ ആദ്യത്താണ് ആരാ? ഓക്സിൻ. അപ്പൊ ഓക്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എന്താണ് ഓക്സിന്റെ പ്രത്യേകത? ഓക്സിൻ എന്താണ്? ഈ ഓക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ വേർഡ് ഉണ്ടായിട്ട്. ഓക്സിൻ, ഓക്സീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്. അതിന്റെ മീനിങ് ടു ഗ്രോ എന്നാണ്. അപ്പൊ ടു ഗ്രോ എന്ന് മീനിങ് ഉള്ള ഓക്സീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഏത് വേർഡ് ഉണ്ടായിട്ടുള്ളത്? ഓക്സിൻ എന്ന് പറയുന്ന വേർഡ്. ഓക്സീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഓക്സിൻ ഉണ്ടായത്, അല്ലെ? ഓക്സീൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണ്? ടു ഗ്രോ. ഈ ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് പ്ലാന്റ്സിലല്ല. ആദ്യമായിട്ട് ഈ ഓക്സിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത് ഹ്യൂമൻ യൂറിനിലാണ്. ആദ്യമായിട്ട് എവിടെയാണ് ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിന്റെ പ്രസൻസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? എവിടെയാ? ഹ്യൂമൻ യൂറിനിലാണ്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഓക്സിൻ പ്ലാന്റിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിന്റെ പ്രസൻസ് ആദ്യമായി കണ്ടുപിടിച്ചത് പ്ലാന്റിലല്ല. അന്ന് പ്ലാന്റിൽ ഈ ഹോർമോൺ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഓക്സിന്റെ പ്രസൻസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എവിടെയാ? അത് ഹ്യൂമൻ യൂറിനിലാണ്. ഹ്യൂമൻ യൂറിനിൽ ഓക്സിന്റെ പ്രസൻസ് കണ്ടുപിടിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഓക്സിൻ എവിടെ കണ്ടുപിടിക്കുന്നത്? പ്ലാന്റിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഓക്സിൻ കണ്ടുപിടിച്ചത് ഏത് പ്ലാന്റിലാണെന്ന് അറിയാമോ? ആദ്യമായിട്ട് ഓക്സിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത് പ്രസൻസ് ആണ്. ഓക്സിൻ സെപ്പറേറ്റ് എടുത്തല്ല. ആദ്യമായിട്ട് ഓക്സിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത് ചാൾസ് ഡാർവിനും റോബർട്ട് ഡാർവിനും ചേർന്നാണ്. ആരാണ് ഈ റോബർട്ട് ഡാർവിൻ? ചാൾസ് ഡാർവിന്റെ മകനാണ് റോബർട്ട് ഡാർവിൻ. ഈ റോബർട്ട് ഡാർവിനില്ല, അതായത് മകൻ ഡാർവിൻ, ഈ റോബർട്ട് ഡാർവിൻ കാനറി ഗ്രാസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ കുറെ ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പൊ പുള്ളിക്കാരൻ എത്ര നോക്കിയിട്ടും കാനറി ഗ്രാസ് എങ്ങോട്ടേ വളരുന്നുള്ളൂ? സൺലൈറ്റിന് നേരെ, അല്ലേ? കാനറി ഗ്രാസ് എന്താണ്? ഗ്രോസ് ടുവാർഡ്സ് സൺലൈറ്റ്, അല്ലെങ്കിൽ സ്റ്റെം ഓഫ് ദി കാനറി ഗ്രാസ് ഗ്രോസ് ടുവാർഡ്സ് ദി സൺലൈറ്റ്. കാനറി ഗ്രാസിന്റെ സ്റ്റെം എങ്ങോട്ട് മാത്രമേ വളരുന്നുള്ളൂ? സൺലൈറ്റിന് നേരെ. യഥാർത്ഥ കാനറി ഗ്രാസിന്റെ സ്റ്റെം മാത്രമല്ല, ഏത് പ്ലാന്റുകളായാലും അതിന്റെ സ്റ്റെം ഗ്രോസ് ടുവാർഡ്സ് ദി സൺലൈറ്റ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ റോബർട്ട് ഡാർവിൻ കുറെ ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആരെയാണ്? കാനറി ഗ്രാസിന്റെ സ്റ്റെം ആണ്. കാനറി ഗ്രാസിന്റെ സ്റ്റെം എത്ര നോക്കിയിട്ട് എങ്ങോട്ടേ വളരുന്നുള്ളൂ? ഇറ്റ് ഗ്രോസ് ടുവാർഡ്സ് ദി സൺലൈറ്റ്. അപ്പം പുള്ളിക്കാരന് സംശയം. ആർക്ക് സംശയം? ഈ റോബർട്ട് ഡാർവിന് ഭയങ്കര സംശയം. എന്തുകൊണ്ട് ഇത് ഇങ്ങോട്ട് വളരുന്നു? അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ ചെടി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പിടിച്ച് തിരിച്ചൊക്കെ നിർത്തി നോക്കി. എങ്ങോട്ടൊക്കെ തിരിച്ചു നിർത്തിയിട്ടും അതിന്റെ സ്റ്റെം എങ്ങോട്ടേ വളരുന്നുള്ളൂ? കാനറി ഗ്രാസിന്റെ സ്റ്റെം സൺലൈറ്റിന് നേരെ മാത്രമേ വളരുന്നുള്ളൂ. അപ്പൊ ഈ കാര്യം ഈ റോബർട്ട് ഡാർവിൻ, മകൻ ഡാർവിൻ പോയിട്ട് അച്ഛൻ ഡാർവിനോട് പറയാണ്, ചാൾസ് ഡാർവിനോട് പറയാണ്, ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഒരു പ്ലാന്റ് ഒബ്സർവ് ചെയ്യായിരുന്നു. ആ പ്ലാന്റിന്റെ സ്റ്റെം ഞാൻ എത്ര പരിശ്രമിച്ചിട്ട് അത് എങ്ങോട്ടേ വളരുന്നുള്ളൂ? ടുവാർഡ്സ് ദി സൺലൈറ്റ്. അപ്പൊ എന്താണ് റീസൺ? അപ്പൊ ഈ കാര്യം ആരും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ ചാൾസ് ഡാർവിൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അച്ഛൻ ഡാർവിൻ ചാൾസ് ഡാർവിൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ, അല്ലെങ്കിൽ മകൻ പറഞ്ഞ ശരിയാണ്, എത്ര ശ്രമിച്ചിട്ടും കാനറി ഗ്രാസിന്റെ സ്റ്റെം എങ്ങോട്ടേ വളരുന്നുള്ളൂ? ടുവാർഡ്സ് ദി സൺലൈറ്റ്, സൺലൈറ്റ് നേരെ വളരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ ചാൾസ് ഡാർവിൻ? നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന്റെ പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടിപ്പ് കട്ട് ചെയ്ത്, അതിന്റെ കാനറി ഗ്രാസിന്റെ സ്റ്റെമ്മിന്റെ ടിപ്പ് കട്ട് ചെയ്തു. എന്നിട്ട് ഒരു ക്യാപ്പ് കൂടിയിട്ട് വെച്ചു. ക്യാപ്പ്, ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചു ആ സ്റ്റെമ്മിന്റെ ടിപ്പിനെ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കാനറി ഗ്രാസിന്റെ സ്റ്റെം എങ്ങോട്ട് തന്നെ വളരുന്നു? ടുവാർഡ്സ് ദി സൺലൈറ്റ്. അത് സൺലൈറ്റിന് നേരെ തന്നെ വളരുന്നു, യാതൊരു മാറ്റവും ഇല്ല. അപ്പോഴ് ചാൾസ് ഡാർവിൻ ഒരു കാര്യം ഒന്ന് മനസ്സിലായി, ഒരു പ്ലാന്റ് സൺലൈറ്റിന് നേരെ വളരാൻ സൺലൈറ്റ് മാത്രമല്ല കാരണം, അതിന് കാരണക്കാരനായ എന്തോ ഒരു കണ്ടന്റ് എവിടെയുണ്ട്? ഈ പ്ലാന്റിലും ഉണ്ട്. ഒന്നുകൂടി പറയുന്നത് കേട്ടോളണം,
ഒരു പ്ലാന്റ് സൺലൈറ്റിന് നേരെ വളരാൻ കാരണം സൺലൈറ്റ് മാത്രമല്ല, അതിന് കാരണമായ ഒരു കണ്ടന്റ് എവിടെയുണ്ട്? പ്ലാന്റിലുണ്ട്. അതായിരുന്നു ഓക്സിൻ. പക്ഷെ അത് ഓക്സിൻ ആണെന്ന് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ആ കാനറി ഗ്രാസിൽ നിന്ന് ഓക്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഐസൊലേറ്റ് ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞു, ഒരു പ്ലാന്റ് സൺലൈറ്റിന് നേരെ വളരാൻ കാരണം സൺലൈറ്റ് മാത്രമല്ല, ഈ പ്ലാന്റിനകത്തുള്ള എന്തോ ഒരു കണ്ടന്റും കൂടി അതിന് കാരണമാണ് എന്ന് ആര് പറഞ്ഞു? ചാൾസ് ഡാർവിൻ പറഞ്ഞു. പക്ഷെ ഓക്സിനെ വേർതിരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഇതെല്ലാം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം FW വെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് മറന്നു പോയത്, FW വെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഓട്സ് പ്ലാന്റിന്റെ ഓട്സ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്, ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സീഡ് ജസ്റ്റ് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോ അതിന്റെ ഷൂട്ട് ടിപ്പിനെയാണ് നമ്മൾ കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത്. കോളിയോപ്റ്റൈൽ, അതിന്റെ കോളിയോപ്റ്റൈൽ. അപ്പൊ ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റൈലിൽ നിന്ന്, കോളിയോപ്റ്റൈൽ ഞാൻ പറഞ്ഞല്ലോ, എംബ്രിയോയിലെ പ്ലിമ്യൂൾ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, ഷൂട്ടായി മാറുന്ന പാർട്ട്, അതിന്റെ ടിപ്പിനെയാണ്, പ്ലിമ്യൂളിന്റെ ടിപ്പിനെയാണ് നമ്മൾ ഷൂട്ടപ്പെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഷൂട്ടപ്പെക്സ് ആണ് ഈ കോളിയോപ്റ്റൈൽ. ആ ഷൂട്ടപ്പെക്സിലാണ് ആര് വരുന്നത്? കോളിയോപ്റ്റൈൽ. അപ്പൊ ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റൈലിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ FW വെന്റ് ആണ് അത് വേർതിരിച്ചെടുത്തു. ഓക്സിൻ എന്ന് പറയുന്ന കണ്ടന്റിനെ, ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിനെ ഈ ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റൈലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താ ഇതാണ് ഓക്സിൻ എന്ന് പറഞ്ഞു, സെപ്പറേറ്റ് ചെയ്തെടുത്തു. പക്ഷെ അന്ന് ഓക്സിന്റെ പ്രസൻസ് മാത്രമേ ആര് തിരിച്ചറിഞ്ഞുള്ളൂ? ചാൾസ് ഡാർവിൻ. അന്ന് പറയാൻ പറ്റില്ല ഇത് ഓക്സിൻ ആണ്, ഇങ്ങനെ ഒരു ഹോർമോൺ ആണ് ഒരു കാരണം. അങ്ങനെ ഒന്നും പറയാൻ ചാൾസ് ഡാർവിനെ കൊണ്ടോ റോബർട്ട് ഡാർവിനെ കൊണ്ടോ പറ്റിയിട്ടില്ല. കുറെ നാളുകൾക്ക് ശേഷം ഏത് പ്ലാന്റിൽ നിന്ന്? ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റൈലിൽ നിന്ന്, ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റൈലിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനത്തിന്, എങ്ങനെ ഒരു സാധനം, ഈ ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിനെ ആര് സെപ്പറേറ്റ് ചെയ്തെടുത്തു? FW വെന്റ് എന്ന് പറയുന്ന വ്യക്തി, FW വെന്റ്. അങ്ങനെയാണ് ഒരു പ്ലാന്റിൽ ആദ്യമായിട്ട് ഓക്സിൻ വേർതിരിച്ചത്. അപ്പൊ പ്ലാന്റിൽ ഓക്സിൻ വേർതിരിച്ചെടുത്ത് വെച്ചാൽ ചാൾസ് ഡാർവിനെ പറയരുത്, റോബർട്ട് ഡാർവിനെ പറയരുത്. ഒരു പ്ലാന്റിൽ നിന്ന് ആദ്യമായിട്ട് ഓക്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത, വേർതിരിച്ചെടുത്ത ആരാണ്? FW വെന്റ്. ഏത് പ്ലാന്റ്? ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റൈലിൽ നിന്നാണ്. എന്തിനത്? ഷൂട്ടപ്പെക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കോളിയോപ്റ്റൈലിൽ നിന്നാണ് ആരെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ. ഞാൻ പറഞ്ഞു, ഈ ഓക്സിന്റെ പ്രസൻസ്, ഈ FW വെന്റ് ഓക്സിൻ കണ്ടുപിടിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓക്സിന്റെ പ്രസൻസ് ആര് കണ്ടുപിടിച്ചിട്ടു? എന്താണ്, പല സയന്റിസ്റ്റുമാരും എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഹ്യൂമൻ യൂറിനിലെ ആദ്യമായിട്ട് പ്രസൻസ് ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഓക്സിൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് എവിടെന്നാ? ഓക്സീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ആ ഓക്സീൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താ? ടു ഗ്രോ എന്നാണ്, വളരുക എന്നാണ്, വളരുക. അപ്പൊ വളരുക എന്ന മീനിങ് ഉള്ള ഓക്സീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഓക്സിൻ എന്ന് പറഞ്ഞ ടേം ഉണ്ടായത്. അപ്പൊ ആദ്യമായിട്ട് ഒരു പ്ലാന്റിൽ ഓക്സിൻ വേർതിരിച്ചെടുക്കുന്ന, ഒരു പ്ലാന്റിൽ നിന്ന് ഓക്സിനെ വേർതിരിക്കുന്ന ഏത് പ്ലാന്റാ? ഓട്സ് പ്ലാന്റ് ഏത് പാർട്ടിൽ നിന്നാണ്? അതിന്റെ ഷൂട്ടപ്പെക്സ്, അതായത് അതിന്റെ കോളിയോപ്റ്റൈലിൽ നിന്നാണ് ആദ്യമായിട്ട് എന്തിനെ വേർതിരിച്ചെടുക്കുന്നത്? ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഓക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അതിന്റെ ടൈപ്സ് ഒക്കെ പഠിക്കാം. ഈ ഓക്സിൻ നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓക്സിൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് IAA. എന്താണ് ഈ IAA? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നാണ്. ഐയുടെ പൂർണ്ണ രൂപം എന്താ? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. ഐയുടെ പൂർണ്ണ രൂപം എന്താ? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നാണ്. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നാണ് IAA യുടെ പൂർണ്ണമായ രൂപം. അടുത്ത രണ്ടാമത്തെ നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ ആണ്, നാച്ചുറൽ ഓക്സിൻ ആണ് IBA. അതെന്താണ്? ഇൻഡോൾ ബ്യൂട്ടൈറിക് ആസിഡ്. ഇവിടെ ഈ 3 എന്നില്ല, ഇൻഡോൾ ബ്യൂട്ടൈറിക് ആസിഡ് എന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് നാച്ചുറൽ ഓക്സിൻ. എന്താ ഈ നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ? ഈ പ്ലാന്റ് ഹോർമോണുകൾ നാച്ചുറൽ ആയിട്ടുള്ളതുപോലെ തന്നെ ഇവരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്ലാന്റ് ഹോർമോണുകൾ നാച്ചുറൽ ആയിട്ട് ഉള്ളതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്സിൻ ആയാലും ഗിബർലിൻ ആയാലും സൈറ്റോകൈൻ ആയാലും അബ്സിസിക് ആസിഡ് ആയാലും മെത്തിലിൻ ആയാലും പ്ലാന്റ്സിലുണ്ടല്ലോ, അതുപോലത്തെ ഓക്സിനെ കൃത്രിമമായിട്ട് മനുഷ്യന് നിർമ്മിക്കാൻ പറ്റും. നമുക്കറിയാം, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് ഓക്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, ആ ഓക്സിന്റെ കെമിക്കൽ സ്ട്രക്ചർ ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ ഓക്സിനെ തന്നെ എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി. നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിന്റെ കെമിക്കൽ സ്ട്രക്ചർ വളരെ ഭംഗിയായിട്ട് പഠിച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഓക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഓക്സിനുകളാണ് ഏതൊക്കെ? IAA ആൻഡ് IBA. എന്താണ് IAA? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. എന്താണ് IBA? ഇൻഡോൾ ബ്യൂട്ടൈറിക് ആസിഡ്. ബ്യൂട്ടൈറിക് എന്നാണ്, ഇൻഡോൾ ബ്യൂട്ടൈറിക് ആസിഡ്. ഇതുപോലെ തന്നെ ഓക്സിന്റെ രണ്ട് ആർട്ടിഫിഷ്യൽ ഫോമുകളുണ്ട്. ഒന്ന് NAA. എന്താണ് NAA? നാഫ്തലീൻ അസറ്റിക് ആസിഡ് എന്നാണ്. NAA യുടെ പൂർണ്ണ രൂപം എന്താ? നാഫ്തലീൻ അസറ്റിക് ആസിഡ്. നാഫ്തലീൻ അസറ്റിക് ആസിഡ് എന്നാണ്. അതുപോലെ വേറൊന്നുണ്ട് 2,4D.
2,4D. മറ്റൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിന്റെ പേരാണ് 2,4. എന്താണ് 2,4 ഡൈക്ലോറോഫീനോക്സി അസെറ്റിക് ആസിഡ് എന്നാണ്. ഡൈക്ലോറോഫീനോക്സി അസെറ്റിക് ആസിഡ്. ഇത് രണ്ടും ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഓക്സിൻ ആണ്. അപ്പൊ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം IAA ആൻഡ് IBA, ഇത് രണ്ട് നാച്ചുറൽ ഓക്സിനുകളും. അടുത്ത് 2,4D യും NAA നാഫ്തലിൻ അസെറ്റിക് ആസിഡും 2,4 ഡൈക്ലോറോഫീനോക്സി അസെറ്റിക് ആസിഡ്, ഇത് രണ്ടും ഒന്നാണ്, രണ്ട് ആർട്ടിഫിഷ്യൽ ഓക്സിൻ ആണ്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഓക്സിൻ എന്തിനായിരിക്കും ഉണ്ടാക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അഗ്രികൾച്ചറൽ പർപ്പസുകൾക്കായിരിക്കും. എന്തെങ്കിലും അഗ്രികൾച്ചറൽ പർപ്പസുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ് എന്ത്? ഈ ആർട്ടിഫിഷ്യൽ ഓക്സിൻ. നാച്ചുറൽ പ്ലാന്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓക്സിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ പ്ലാന്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ ഉണ്ടാക്കുന്നു. നാച്ചുറൽ പ്ലാന്റ് ഹോർമോണിന്റെ ആ സ്ട്രക്ചർ പഠിച്ചിട്ട് അതുപോലെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആർക്കുണ്ടാക്കാൻ പറ്റും? മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്ലാന്റ് ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അതിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ മനുഷ്യന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓക്സിന്റെ ഫംഗ്ഷനുകളിലേക്ക് വരണം. ഇതിപ്പോ ടൈപ്സ് പറഞ്ഞു. രണ്ട് നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ ആണ് IAA ആൻഡ് IBA. ഇൻഡോൾ 3 അസെറ്റിക് ആസിഡും ഇൻഡോൾ ബ്യൂട്ടൈറിക് ആസിഡും. രണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹോർമോണുകളാണ്, എന്താണ്? ഓക്സിനുകളാണ്. NAA യും 2,4D. എന്താണ് NAA? നാഫ്തലീൻ അസെറ്റിക് ആസിഡ്. എന്താണ് NAA? നാഫ്തലീൻ അസെറ്റിക് ആസിഡ്. എന്താണ് 2,4D? 2,4 ഡൈക്ലോറോഫീനോക്സി അസെറ്റിക് ആസിഡ്. 2,4 ഡൈക്ലോറോഫീനോക്സി അസെറ്റിക് ആസിഡ്. അതാണ് ഇതിന്റെ ഫുൾ ഫോം. 2,4D ഫുൾ ഫോം. ഓക്കെ, അപ്പൊ നോക്കിക്കേ ഓക്സിനുകളുടെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്? ഓക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോക്കിക്കേ. അപ്പൊ ഓക്സിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഇനിഷിയേഷൻ ഫ്രം സ്റ്റെം കട്ടിങ്സ്. റൂട്ട് ഇനിഷിയേഷൻ ഫ്രം സ്റ്റെം കട്ടിങ്സ്. എന്താണ് ഇതിന്റെ മീനിങ്? ചില പ്ലാന്റുകളിലൊക്കെ സ്റ്റെം കട്ട് ചെയ്ത് നടാറില്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഈ മരച്ചീനി പോലുള്ള പ്ലാന്റുകളൊക്കെ നടന്നു കണ്ടിട്ടുണ്ടോ? മരച്ചീനി, നമ്മൾ കപ്പ എന്നുള്ള സാധനം, ഇതിന്റെ സ്റ്റെമ്മില്ലേ, ആ സ്റ്റെമ്മിന് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കൂര കൂട്ടി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ കുത്തി വെക്കും. നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ് മരച്ചീനി നടന്നത് എങ്ങനെയാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാല് ഇതൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലേ? മരച്ചീനി സ്റ്റെമ്മിന്നല്ലേ, സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് പോലുള്ള പാർട്ടുകളിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടായാൽ നമ്മൾ എന്താ വിളിക്കുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതൊരു ടൈപ്പ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പം അത് മരച്ചീനി മാത്രമല്ല, ടപ്പിയൊക്കെ മാത്രമല്ല, റോസ് ആയാലും അങ്ങനെയുള്ള ഹിബിസ്കസ്, ചെമ്പരത്തി പോലുള്ള പല പ്ലാന്റുകളും അതിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടാണ് പുതിയ ചെടി മുളപ്പിക്കുന്നത്. അതിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടിട്ടാണ് പുതിയ ചെടി മുളപ്പിക്കുന്നത്. അപ്പൊ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടാൽ എന്ത് ചെയ്യും? ചില പ്ലാന്റുകളിലൊക്കെ പുതിയ ചെടി മുളയ്ക്കും. സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടാൽ എന്ത് ചെയ്യാം? പുതിയ ചെടി മുളപ്പിക്കാം. അവിടെ ചെയ്യുന്നേ ഇതുപോലെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മണ്ണിലോട്ട് അല്ലെങ്കിൽ മണ്ണ് കൂട്ടി വെച്ചിട്ട് അതിലോട്ടൊന്ന് കുത്തി നിർത്തുക. അപ്പൊ വേഗം റൂട്ട് ഇനിഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അത് അവിടെ നിന്ന് ഉണങ്ങിപ്പോകും. അപ്പൊ പെട്ടെന്ന് റൂട്ട് വന്നു. അതിനെന്തെന്നറിയാമോ? ഈ മരച്ചിനിയുടെ സ്റ്റെമ്മില്ലേ, അതിനെ കട്ട് ചെയ്ത് കുഞ്ഞു പീസാക്കി എടുക്കുമല്ലോ, അത് മണ്ണിലോട്ട് കുത്തി നിർത്തി അല്ലെങ്കിൽ മണ്ണിലോട്ട് അതിനെ നടുന്നതിന് മുൻപ് അതിൽ എന്ത് അപ്ലൈ ചെയ്യും? ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഓക്സിൻ അപ്ലൈ ചെയ്യും അല്ലെ? നാഫ്തലിൻ അസെറ്റിക് ആസിഡ് പോലുള്ള ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിൻ ഏത് പാർട്ടാണോ ഈ സ്റ്റെം കട്ടിങ്ങിന്റെ ഏത് പാർട്ടാണോ മണ്ണിൽ കുത്തി നിർത്തുന്നത്, ആ പാർട്ടിൽ എന്ത് അപ്ലൈ ചെയ്യും? ആർട്ടിഫിഷ്യൽ ഓക്സിൻ അപ്ലൈ. അപ്പൊ പെട്ടെന്ന് റൂട്ട് വരും. മണ്ണിൽ കൊണ്ട് നട്ട് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? റൂട്ട് ഇനിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം സ്റ്റെം കട്ടിങ്സ് ചെയ്യുന്നത്, അപ്പൊ സ്റ്റെം കട്ടിങ്സ് നിന്ന് പെട്ടെന്ന് റൂട്ട് ഇനിഷിയേറ്റ് ചെയ്യാൻ, വേഗം വേരുണ്ടാകാൻ ആരെ ഉപയോഗിക്കാം? ആർട്ടിഫിഷ്യൽ ഓക്സിൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പൈനാപ്പിൾ പോലുള്ള പ്ലാന്റുകളില്ലേ, ആ പൈനാപ്പിൾ പോലുള്ള പ്ലാന്റുകളിൽ പെട്ടെന്ന് ഫ്ലവറിംഗ് നടക്കാൻ, അപ്പം പൈനാപ്പിളൊക്കെ നല്ല വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ പൈനാപ്പിളിലൊക്കെ എന്താണ്, ഈ ഓക്സിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈനാപ്പിളുകൾക്ക് പെട്ടെന്ന് ഫ്ലവറിംഗ് നടക്കും. പെട്ടെന്ന് നടക്കുക മാത്രമല്ല, ഈ പൈനാപ്പിൾ പ്ലാന്റുകളിലെല്ലാം ഏകദേശം ഒരേ സമയത്ത് എന്ത് നടക്കും? ഫ്ലവറിംഗ് നടക്കും. അങ്ങനെ ഈ എല്ലാ പൈനാപ്പിൾ പ്ലാന്റുകളിലും ഒരേ സമയം ഫ്ലവറിംഗ് നടന്നാൽ എന്താണ് ഗുണം? ഒരേ സമയം ആ ഫ്ലവറിൽ നിന്നൊക്കെ ഫ്രൂട്ട് ഉണ്ടാവും. ഏകദേശം ഒരേ സമയം ആ ഫ്രൂട്ടൊക്കെ മെച്ചൂർ ആവും. ഓക്കെ അല്ലേ? അപ്പൊ പൈനാപ്പിൾ പോലുള്ള പ്ലാന്റുകളിൽ ഫ്ലവറിംഗ്. അപ്പൊ ആദ്യം മറന്നുപോലെ എന്താണ്, ചില പ്ലാന്റുകളുടെയൊക്കെ സ്റ്റെമ്മിന്റെ കട്ടിങ്ങില്ലേ, സ്റ്റെമ്മിന്റെ ഒരു ചെറിയ കഷ്ണം നട്ടിട്ടല്ലേ പുതിയ പ്ലാന്റ് മുളപ്പിക്കുന്നത്. അപ്പൊ ആ സ്റ്റെമ്മിന്റെ പാർട്ട് ഏത് പാർട്ടാണോ മണ്ണിലോട്ട് കുത്തിവെക്കുന്നത്, ആ പാർട്ടിൽ ആര് അപ്ലൈ ചെയ്ത് കൊടുക്കും?
ഈ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ അപ്ലൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യും, ചെടി വേഗം വളരുകയും ചെയ്യും. അല്ലെങ്കിൽ ആ സ്റ്റെമ്മിന്റെ ആ പാർട്ടില്ലേ, ഒരു കുഞ്ഞു പാർട്ടില്ലേ, അതല്ലേ ചെടിയായിട്ട് വളരേണ്ടത്, ആ പാർട്ട് വേഗം വളർന്ന ഒരു ചെടിയായി മാറും. അതിന് പെട്ടെന്ന് റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പൊ സ്റ്റെം കട്ടിങ്സ് ചെയ്യുന്നു, ഒരു പ്ലാന്റ് സ്റ്റെം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് പെട്ടെന്ന് റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ ആര് സഹായിക്കും? ഓക്സിജൻ സഹായിക്കും. അതുപോലെ പൈനാപ്പിൾ പോലുള്ള പ്ലാന്റുകളിൽ പെട്ടെന്ന് ഫ്ലവറിംഗ് നടക്കാൻ സഹായിക്കും. ഇനി ഓക്സിജന്റെ വേറെ വലിയൊരു പ്രത്യേകതയാണ്, ഈ ചില പ്ലാന്റുകളിൽ പ്രീമെച്ചുവർ ഫോൾ ഉണ്ടാവും. പ്രീമെച്ചുവർ ഫോൾ സാധാരണ ഇലകളായാലും ഫലങ്ങളായാലും ഫ്രൂട്ട്സ് ആയാലും മെച്ചുവർ ആയിട്ടാണ് ഫോൾ ഡൗൺ ചെയ്യുന്നത്, കൊഴിഞ്ഞു വീഴുന്നത്. എന്നാൽ ചിലപ്പോൾ മെച്ചുവർ ആകാതെ കൊഴിഞ്ഞു വീഴും. നമ്മൾ ഈ കുഞ്ഞു മാങ്ങയൊക്കെ വീഴുന്ന കണ്ടിട്ടില്ലേ, ചെറിയ മാങ്ങ, അതുപോലെ തന്നെ അതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴും. സാധാരണ വീഴും പഴുത്ത ഭാഗമായിട്ട്, അല്ലാതെ തന്നെ വളരെ കുഞ്ഞിലകളായിരിക്കുമ്പോൾ തന്നെ വീഴും, കുഞ്ഞു ഫ്രൂട്ട് ആയിരിക്കും തന്നെ വീഴും. ഇതിനെ ആര് തടയും എന്ന് പറയുന്നത്? ഓക്സിജൻ തടയും. അപ്പൊ ഓക്സിജൻ എന്ത് തടയും? പ്രീമെച്ചുവർ ഫോളിനെ തടയും. പ്രീമെച്ചുവർ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? മെച്ചുവർ ആകുന്നതിന് മുമ്പ് ഫോൾ ഡൗൺ ചെയ്യുന്നതിനെ തടയും. എന്ന് പറഞ്ഞാൽ മെച്ചുവർ ആകുന്നതിന് മുമ്പ് ഫോൾ ഡൗൺ ചെയ്യൂല, അത് ഓക്സിജൻ എന്ത് ചെയ്യാൻ? പ്രിവെന്റ് ചെയ്യും. ഇനി വേറൊരു ഗുണം കൂടി ഉണ്ട്, ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ആരെങ്കിലും ഒക്കെ മെച്ചുവറായി നിന്നാൽ അതിനെ താഴെ പൊഴിച്ചിടേണ്ട ഡ്യൂട്ടി ആർക്കെന്നറിയാമോ? അബ്സിസിക് ആസിഡ് ആണ്. ആ അബ്സിസിക് ആസിഡിനെ ആര് സഹായിക്കും? ഓക്സിജൻ സഹായിക്കും. അപ്പം പ്രീമെച്ചുവർ ആയിട്ടുള്ള ആൾക്കാരുടെ, അതായത് മെച്ചുവർ ആകാത്തവരുടെ ഫോൾ ഡൗണിനെ തടയും. അവര് ഫോൾ ഡൗൺ ചെയ്യാൻ സമ്മതിക്കൂല ഓക്സിജൻ. എന്നാൽ മെച്ചുവർ ആയി നിൽക്കുന്നവരുണ്ടല്ലോ, പഴുത്ത് ഭാഗമായിട്ട് കൊഴിഞ്ഞു വീഴാറായി നിൽക്കുന്നവര്, അവരെ കൊഴിഞ്ഞു വീഴാൻ സഹായിക്കുകയുള്ളൂ. കൊഴിച്ചിടാൻ ഓക്സിജന് പറ്റൂല. കൊഴിച്ച് താഴെ ഇടണമെങ്കിൽ ആര് വരണം? അബ്സിസിക് ആസിഡ് വരണം. ആ അബ്സിസിക് ആസിഡിനെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ ആർക്ക് പറ്റും? ഓക്സിജൻ. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഓക്സിജൻ ചെയ്ത് തരുന്നത്. എന്താ ചെയ്തത്? പ്രീമെച്ചുവർ ആയിട്ടുള്ളവർ, അതായത് മെച്ചുവർ ആകാത്തവരുടെ ഫോൾ ഡൗൺ തടഞ്ഞു, കൊഴിഞ്ഞു വീഴുന്നതിനെ തടഞ്ഞു. അപ്പൊ കൊഴിഞ്ഞു വീഴൂല, അവിടെ തന്നെ നിൽക്കും. ഇനി മെച്ചുവർ ആയവരെ എന്ത് ചെയ്യാൻ സഹായിക്കും? കൊഴിഞ്ഞു വീഴാൻ സഹായിക്കും. ആരാണ്? ഓക്സിജൻ. അപ്പൊ അങ്ങനെ ഓക്സിജൻ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷനുകളാണ് പറഞ്ഞത്. പ്രീമെച്ചുവർ ഫോളിനെ തടയുന്നു, എന്നാൽ മെച്ചുവർ ആയവരെ ഫോൾ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി ഓക്സിജന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്, എപ്പിക്കൽ ഡോമിനൻസ്. എന്താണ് ഈ എപ്പിക്കൽ ഡോമിനൻസ്? ആ വേർഡ് നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. എപ്പിക്കൽ ഡോമിനൻസ് എന്താ? ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഡോമിനേറ്റ് ചെയ്യുന്നതിൽ എക്സ്പ്രസ് ചെയ്യുക, ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഡോമിനേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ ഒരു പ്രത്യേകതയുണ്ട്. ഓക്സിജൻ പ്ലാന്റ്സിന്റെ ഒക്കെ മെയിൻ സ്റ്റെമ്മിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, മെയിൻ സ്റ്റെം കൂടുതൽ വളരാൻ സഹായിക്കും. എന്നാൽ ലാറ്ററൽ ബ്രാഞ്ചസിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഓക്സിജന്റെ അടുത്തൊരു പ്രത്യേകതയാണ് പറഞ്ഞത്, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? മെയിൻ ബ്രാഞ്ചിൽ, ഇതാണ് മെയിൻ ബ്രാഞ്ച്, ഈ പ്ലാന്റിന്റെ മെയിൻ സ്റ്റെമ്മില്ലേ, ആ മെയിൻ സ്റ്റെമ്മിനെ കൂടുതൽ ഗ്രോ ചെയ്യാൻ സഹായിക്കും. അപ്പൊ മെയിൻ സ്റ്റെമ്മിനെ കൂടുതൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുകയും ഈ ലാറ്ററൽ ബ്രാഞ്ചുകളില്ലേ അവരുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ മെയിൻ ബ്രാഞ്ചിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. മെയിൻ എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടിപ്പ് എന്നാണ് എന്റെ മീനിങ്. എപ്പിക്കലിന്റെ മീനിങ് ടിപ്പ. അപ്പൊ മെയിൻ ബ്രാഞ്ചിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ലാറ്ററൽ ബ്രാഞ്ചുകളുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ലാറ്ററൽ ബ്രാഞ്ച് ആരുടെ അത്രയും വളരില്ല, മെയിൻ ബ്രാഞ്ചിന്റെ അത്രയും വളരില്ല. അതിന് കാരണം ആരാണ്? ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നു പല പ്ലാന്റുകളും, അവിടെ ലാറ്ററൽ ബ്രാഞ്ചസ് ഒക്കെ മെയിൻ ബ്രാഞ്ചിന്റെ അത്രയും വളർന്നിട്ടുണ്ടോ? ഇല്ല. കാരണം അതാരാണ്? ഓക്സിജൻ ആണ് കാരണം. ഓക്സിജൻ മെയിൻ ബ്രാഞ്ചിന്റെ ഗ്രോത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ലാറ്ററൽ ബ്രാഞ്ചസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും, തടയുകയും ചെയ്യും. അപ്പൊ ഓക്സിജന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിന്റെ മീനിങ് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എന്താണ് ആ മീനിങ്? ഓക്സിജൻ എന്ത് ചെയ്യുന്നു? മെയിൻ ബ്രാഞ്ചിന്റെ ഗ്രോത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു, മെയിൻ ബ്രാഞ്ചിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ലാറ്ററൽ ബ്രാഞ്ചിലെ സൈഡിൽ നിന്ന് വരുന്ന ബ്രാഞ്ചുകളിലെ അവരുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, തടയും. അപ്പൊ മെയിൻ ബ്രാഞ്ച് കൂടുതൽ അങ്ങ് വളർന്നു പോകും, ലാറ്ററൽ ബ്രാഞ്ചസിന്റെ വളർച്ച കുറവായിരിക്കും. ആരുടെ അത്രയും വളരില്ല? മെയിൻ ബ്രാഞ്ചിന്റെ അത്രയും വളരില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കും. ഇതിനെ എന്ത് വിളിക്കും? എപ്പിക്കൽ ഡോമിനൻസ്. ഈ എപ്പിക്കൽ ഡോമിനൻസ് കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, ചില ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയാമോ ഈ എപ്പിക്കൽ ഡോമിനൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഈ ഹെഡ്ജ് മേക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹെഡ്ജ് മേക്കിംഗ്, അതുപോലെ ടീ പ്ലാന്റേഷൻ. ഹെഡ്ജ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ചില ചെടികളൊക്കെ ഇങ്ങനെ എന്താണ് അടുപ്പിച്ചടുപ്പിച്ച് ധാരാളം ചെടികൾ ഇങ്ങനെ നട്ടിട്ട് അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരേ ലെവലിൽ വിടാറുണ്ട്, അല്ലെ? ഇങ്ങനെ എന്താ പറയാ, ഒരു ബെഡ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരേ ലെവലിലാക്കി വിടാറുണ്ട്. നിങ്ങളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? നമ്മൾ വലിയ ചില സ്ഥാപനങ്ങൾ, ചില വീടിന്റെ ഒക്കെ ഫ്രണ്ടിൽ ചില ചെടികൾ നട്ടിട്ട് അതിന്റെ ടിപ്പൊക്കെ കട്ട് ചെയ്ത് നല്ല ലെവലിനാക്കി ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നിർത്തിയിരിക്കും. അതാണ് ഹെഡ്ജ് മേക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ആ ഹെഡ്ജ് മേക്കിങ്ങിൽ എന്താണ് കട്ട് ചെയ്യുന്നത്? പ്ലാന്റിന്റെ ടിപ്പാണ് കട്ട് ചെയ്യുന്നത്. പ്ലാന്റുകളുടെ ടിപ്പുകളെല്ലാം കട്ട് ചെയ്താലല്ലേ നല്ല ലെവലായിട്ട് നിൽക്കും, ഒരേ ലെവലിൽ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ടീ പ്ലാന്റേഷൻ അറിയാലോ? ടീ പ്ലാന്റേഷൻ, തേയില നുള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? തേയില നുള്ളുക എന്ന് പറഞ്ഞാൽ ആ ചെടിയെ മൂടോടെ വെട്ടിയെടുക്കുവോ? അങ്ങനെയല്ല, അതിന്റെ ടിപ്പ് മാത്രമാണ് വിരൽ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇങ്ങനെ എടുക്കും, അല്ലേ? അവിടെയൊക്കെ അപ്പൊ ഇപ്പൊ ഹെഡ്ജ് മേക്കിങ്ങിലായാലും ടീ പ്ലാന്റേഷനിലായാലും
ടീ പ്ലാന്റേഷനിലായാലും, രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് ഹെഡ്ജ് മേക്കിംഗ്, മറ്റേത് ടീ പ്ലാന്റേഷൻ. രണ്ടിലായാലും ഹെഡ്ജ് മേക്കിങ്ങിലും ടീ പ്ലാന്റേഷനിലും ഈ രണ്ട് കാര്യങ്ങൾ എടുത്താലും, ഹെഡ്ജ് മേക്കിംഗ് എടുത്താലും ടീ പ്ലാന്റേഷൻ എടുത്താലും, അവിടെ എന്താ കട്ട് ചെയ്യുന്നത്? എന്റെ സ്റ്റെമ്മിന്റെ ടിപ്പാ കട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്സിന്റെ ജോലി എന്താ? സ്റ്റെമ്മിന്റെ ടിപ്പിനെ കൂടുതൽ വളർത്തുക, മെയിൻ ബ്രാഞ്ചിനെ കൂടുതൽ വളർത്തുക, ലാറ്ററൽ ബ്രാഞ്ചസിനെ വളർച്ചയെ എന്ത് ചെയ്യുക? ഇൻഹിബിറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുകയാണ്? ടീ പ്ലാന്റേഷനിലായാലും ടീ പ്ലാന്റേഷനിലായാലും ഹെഡ്ജ് മേക്കിംഗിലായാലും പ്ലാന്റിന്റെ എന്താ കട്ട് ചെയ്യുന്നത്? ടിപ്പാ കട്ട് ചെയ്യുന്നത്. അപ്പൊ ടിപ്പ് കട്ട് ചെയ്തല്ലോ, അപ്പൊ ഇനി എങ്ങനെയാണ് ഓക്സിൻ ടിപ്പിനെ കൂടുതൽ വളർത്തുക? അപ്പൊ ഓക്സിന് ടിപ്പിനെ വളർത്താൻ പറ്റൂലല്ലോ. അപ്പൊ എന്ത് അറിയാമോ? ഈ കട്ട് ചെയ്തില്ലേ ടിപ്പ്, ആ ടിപ്പിൽ നിന്ന് ധാരാളം കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകൾ വരും, ധാരാളം ചെറിയ ബ്രാഞ്ചുകൾ ഇങ്ങനെ ഒരുപാടെണ്ണം വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹെഡ്ജ് മേക്കിംഗ് ചെടികളൊക്കെ ഒരേ ലെവലിൽ കട്ട് ചെയ്തിടുകയാണ്. അപ്പൊ ഒരു ചെടിയുടെ ടിപ്പ് കട്ട് ചെയ്തു, ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തു, മെയിൻ ബ്രാഞ്ച് ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ധാരാളം ബ്രാഞ്ച് വരുമ്പോൾ ഈ ഹെഡ്ജിന്റെ ഭംഗി കൂടില്ലേ? തീർച്ചയായിട്ടും കൂടും. അതുപോലെ തേയില നുള്ളുന്നു, തേയില ചെടിയിൽ തേയില നുള്ളുന്നു, ഒരു ബ്രാഞ്ചിനെ നുള്ളിയെടുക്കുമ്പോൾ അവിടെ നിന്ന് 5-6 ബ്രാഞ്ചസ് ഒരുമിച്ച് വരുന്നു. അപ്പൊ കിട്ടൂലേ? ധാരാളം തേയില കിട്ടൂലേ? അപ്പൊ അവിടെ കർഷകന്, ഫാമറിന് നല്ല ലാഭമല്ലേ? അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ആരുടെ ആപ്ലിക്കേഷനാണ്? ഓക്സിനാണ്. അപ്പൊ ഓക്സിൻ എന്താ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്? മെയിൻ ബ്രാഞ്ചിനെ കൂടുതൽ വളർത്തുകയും ലാറ്ററൽ ബ്രാഞ്ചസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഹെഡ്ജ് മേക്കിങ്ങിലും ടീ പ്ലാന്റേഷനിലും നമ്മൾ എന്ത് ചെയ്യാണ്? മെയിൻ ബ്രാഞ്ചിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. മെയിൻ ബ്രാഞ്ചിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഓക്സിന് മെയിൻ ബ്രാഞ്ചിനെ വളർത്താൻ പറ്റുമോ? അപ്പൊ ഓക്സിന്റെ പ്രസൻസ് കൊണ്ട് ആര് വരും? ആ കട്ട് ചെയ്ത മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ധാരാളം ചെറിയ ചെറിയ ബ്രാഞ്ചസ് വരും. അപ്പൊ ഹെഡ്ജിന്റെ ഭംഗി കൂടും. ടീ പ്ലാന്റേഷൻ ആണെങ്കിൽ കൂടുതൽ ടീ ലീഫ് കിട്ടും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതാണ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് ഞാൻ മെയിൻ ബ്രാഞ്ചിന്റെ ഗ്രോത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ലാറ്ററൽ ബ്രാഞ്ചസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആർക്കുണ്ട്? ഓക്സിൻ ഉണ്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? എപ്പിക്കൽ ഡോമിനൻസ്. ഇതിനെ എന്ത് വിളിക്കും? എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അതുപോലെ അടുത്ത ഓക്സിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് പാർത്തനോകാർപ്പി. എന്താണ് പാർത്തനോകാർപ്പി? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ പാർത്തനോകാർപ്പി. എന്താ വാട്ട് യു മീൻ ബൈ പാർത്തനോകാർപ്പി? ഈ ഓവറി അറിയാലോ, ഓവറിക്കകത്താണ് ആര് വരുന്നത്? ഓവ്യൂളുകൾ വരുന്നത്. ഈ ഓവറിക്കകത്ത് ആരുണ്ട്? ഓവ്യൂൾസ് ആണ്. ഇവിടെ നോക്കിക്കേ. അപ്പൊ സാധാരണ ഓവറി ഫ്രൂട്ടായി മാറണം, ഒബ്യൂൾ സീഡായി മാറണം. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഓവറി ഫ്രൂട്ട് ആവും അല്ലെ? ഈ ഒബ്യൂളുകൾക്കകത്തെല്ലാം ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഒബ്യൂളുകൾക്കകത്ത് എന്ത് നടക്കും? നമ്മൾ പഠിച്ചു ആൻജിയോസ്പേംസിന്റെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓവറിക്കകത്തിരിക്കുന്ന ഒബ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഒബ്യൂളുകൾ സീഡാകാനും ഓവറി ഫ്രൂട്ട് ആകാനും തുടങ്ങും. അപ്പൊ നോർമലി അങ്ങനെ സംഭവിക്കും. ഒബ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ ഓവറി ഫ്രൂട്ട് ആകുകയുള്ളൂ, ഒബ്യൂൾ സീഡ് ആകുകയുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് കേട്ടോളണം. ഈ ഒബ്യൂളുകളിൽ എന്ത് നടന്ന ശേഷം ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രം, ഒബ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ ഒബ്യൂളുകൾ എന്താവുള്ളൂ? സീഡ് ആവുള്ളൂ, ഓവറി ഫ്രൂട്ട്. അപ്പൊ ഓവറി ഫ്രൂട്ട് ആവണമെങ്കിലും ഒബ്യൂൾ സീഡ് ആവണമെങ്കിലും ഓവ്യൂൾസിൽ എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. ഒബ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടന്നെന്ന് അറിയുമ്പോൾ ഓവറി എന്താവും? ഫ്രൂട്ട് ആവും. അതേസമയം തന്നെ ഒബ്യൂൾ സീഡ് ആവും. എന്നാൽ വളരെ റയർ ആയിട്ടുള്ള ചില പ്ലാന്റുകളുണ്ട്. ഈ ഒബ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി അങ്ങ് ഫ്രൂട്ടായി മാറും. ഒബ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി എന്താവും? സാധാരണ ഒബ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടല്ലേ ഓവറി ഫ്രൂട്ട് ആകുന്നത്. ഓവ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവറി എന്തായി മാറും? ഫ്രൂട്ടായി മാറും. അപ്പൊ ഈ ഒബ്യൂളുകളിൽ ഒന്നും എന്ത് നടന്നിട്ടില്ല? ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അപ്പോഴെന്ത് ചെയ്യും? ഒബ്യൂളൊക്കെ അവിടെ നിന്ന് ഡീജനറേറ്റ് ചെയ്യും, നശിച്ചു പോകും. അപ്പൊ ഫ്രൂട്ട് കാണും, പക്ഷെ ഫ്രൂട്ടിനകത്ത് സീഡ് കാണില്ല. കാരണം എന്താണ്? ഓവ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലല്ലോ. അപ്പൊ ഒബ്യൂൾ എന്തായില്ല? സീഡായില്ല. പക്ഷേ ചില പ്ലാന്റുകളുടെ ഓവറി അങ്ങ് പെട്ടെന്ന് ഫ്രൂട്ട് ആവും. ഓവ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് വെയിറ്റ് ചെയ്ത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബനാന, വാഴപ്പഴം കഴിക്കുമ്പോഴേ അതിനകത്ത് സീഡ് ഉണ്ടോ? ഇല്ല. പക്ഷെ വാഴപ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അകത്ത് നിറച്ച് കറുത്ത ഡോട്ടുകളാണ്, ഇങ്ങനെ നിറച്ച് കറുത്ത ഡോട്ട്, എല്ലാം ഒബ്യൂൾ ആയിരുന്നു. പക്ഷെ ആ ഒബ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി ഫ്രൂട്ടായി. അപ്പൊ ഒബ്യൂളൊക്കെ അവിടെ നിന്ന് നശിച്ചു പോയി, ഡീജനറേറ്റ് ചെയ്തു പോയി. അങ്ങനെ ഓവ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവറി ഫ്രൂട്ടായി മാറിയാൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പി. ഇത് ആരുടെ പ്രസൻസ് കൊണ്ട് സംഭവിക്കാം? ഓക്സിന്റെ പ്രസൻസ് കൊണ്ട് സംഭവിക്കാം. ഓക്സിന്റെ അളവ് കുറച്ച് കൂടുകയോ അല്ലെങ്കിൽ ഓക്സിൻ കൂടുതൽ കിട്ടുകയോ ചെയ്യുമ്പോൾ ചില പ്ലാന്റുകളുടെ ഓവർ പെട്ടെന്ന് ഫ്രൂട്ട് ആവും. എന്ത് നടക്കുന്നതിന് മുമ്പ്? ഒവ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഗ്രേപ്പ് നമ്മൾ എടുക്കുകയാണ്, ഗ്രേപ്സ് ഒക്കെ. അപ്പൊ ഗ്രേപ്സ് ഒക്കെ ഇങ്ങനെ ഫ്ലോറിംഗ് നടന്ന് വരെയാണ്. അപ്പൊ പെട്ടെന്ന് ഗ്രേപ്സിനെ കൊണ്ട് എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. കുറെ ഓക്സിൻ കൊണ്ട്, അത് ഏത് ഫ്രൂട്ട് ആയാലും, പിന്നെ ഗ്രേപ്സ് എന്നീ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഏത് പ്ലാന്റ് ആയാലും അതിന്റെ ഫ്ലവറിംഗ് നടന്നു വരുമ്പോൾ തന്നെ അതിൽ നിറച്ചെന്ത് അപ്ലൈ കൊടുക്കുകയാണ്? ഓക്സിൻസ്.
അങ്ങനെ ഓക്സിജൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലവറിന്റെ ഓവറിക്കകത്തിരിക്കുന്ന ഒബ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി ഫ്രൂട്ടായി മാറും. അങ്ങനെ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ എന്താണ്, ആ ഫ്രൂട്ടിൽ സീഡ് ഉണ്ടാവില്ല, അവരൊക്കെ സീഡ്ലെസ് ഫ്രൂട്ട് ആയിരിക്കും. കാരണം എന്താണ്, ഒബ്യൂളുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ ഓവറി അങ്ങ് ഫ്രൂട്ടായി മാറി. അപ്പൊ അവിടെ എന്തില്ല, സീഡില്ല, ഒബ്യൂൾ സീഡ് ആവില്ല, ഒബ്യൂൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒബ്യൂൾ സീഡ് ആവില്ല, പക്ഷെ ഓവറി എന്തായി മാറി, ഫ്രൂട്ടായി മാറി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർത്തനോകാർപ്പി എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ എന്ത് വിളിക്കും, പാർത്തനോകാർപ്പി. അത്തരം ഫ്രൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അപ്പൊ ഓക്സിജൻ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്, പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യേണ്ട കപ്പാസിറ്റി. അപ്പൊ ഓക്സിജൻ എന്ത് കപ്പാസിറ്റി ഉണ്ട്, പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി ഫ്രൂട്ടായി മാറും, പക്ഷെ അവിടുത്തെ ഒബ്യൂൾ എന്താവൂല, സീഡ് ആവൂല. അപ്പൊ അത്തരം ഫ്രൂട്ട്സിനകത്ത് എന്ത് കാണില്ല, സീഡ് കാണില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർത്തനോകാർപ്പി. അപ്പം പാർത്തനോകാർപ്പി കപ്പാസിറ്റി ഉള്ള ആളാണ് ആര്, ഓക്സിൻസ്. അപ്പൊ ഓക്സിജൻ എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ 2,4D എന്ന് പറയുന്ന ഒരു ഓക്സിജൻ, ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ഓക്സിജൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തി, 2,4D. ഈ 2,4D ഫുൾ ഫോം എന്താണ്, 2,4 ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ് എന്നാണ്. 2,4 ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. എന്താണ് അവന്റെ മെയിൻ ഫംഗ്ഷൻ, ഇവനെ നല്ലൊരു വീഡിസൈഡ് ആയിട്ട് ഉപയോഗിക്കും. എന്താ വീഡ്, WEED, വീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, വീഡ് അത് മലയാളത്തിൽ നമ്മൾ കള എന്ന് പറയും, കളകൾ. അതായത് നമുക്ക് ആവശ്യമുള്ള ചെടികൾ. ഇപ്പൊ നമ്മളൊരു ഗാർഡൻ ഉണ്ടാക്കി, നല്ലൊരു മനോഹരമായ പൂന്തോട്ടം, അതിൽ നമുക്ക് ആവശ്യമുള്ള ചെടി, നമ്മൾ നട്ട ചെടികൾ അല്ലാതെ തന്നെ മുളച്ചേർന്ന ചെടികളില്ല, ആവശ്യമില്ലാത്ത ചെടികൾ, അവരെയാണ് നമ്മൾ കളകൾ എന്ന് പറയുന്നത്, അതായത് വീട്. അപ്പൊ ഈ 2,4D നല്ലൊരു വീഡിസൈഡ് ആണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളെ നശിപ്പിച്ച് കളയാൻ ആരെ ഉപയോഗിക്കാം, 2,4. നമ്മള് വെട്ടിയൊന്നും കളയണ്ട, കത്തിക്കോ അല്ലെങ്കിൽ മമ്മട്ടിക്കോ ഒന്നും വെട്ടിയൊന്നും കളയേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, 2,4D അപ്ലൈ ചെയ്യാം. എങ്ങനെ പറയാം, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. വളരെ വലിയൊരു നെൽപ്പാണ്, നെല്ലെന്ന് പറഞ്ഞൊരു മോണോകോട്ട് പ്ലാന്റ് ആണെന്ന് അറിയാമല്ലോ, വളരെ വലിയൊരു നെൽപ്പാണ്. അപ്പൊ നെൽച്ചെടികൾക്കിടയിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ചെടികൾ, കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ മുളച്ചു വരില്ലേ, വീഡ്സ് മുളച്ചു വരില്ലേ, ആ വീടുകൾ മെജോറിറ്റിയും ഡൈക്കോട്ട് പ്ലാന്റുകളായിരിക്കും. അപ്പൊ നമ്മുടെ നെൽച്ചെടി മോണോകോട്ട് പ്ലാന്റ്, ആ നെൽച്ചെടികൾക്കിടയിൽ മുളച്ചു വരുന്ന ആവശ്യമില്ലാത്ത കളകൾ എന്ന് നമ്മൾ വിളിക്കുന്ന, വീഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ചെടികളില്ലേ, വീഡ്സ്, അവരൊക്കെ എന്താണ്, ഡൈക്കോട്ട് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ നെൽച്ചെടിയുടെ ഇടയിൽ പോയിട്ട് ഈ കളകളെല്ലാം വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ, അല്ല. ഓരോരുത്തരായിട്ട് എടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ പാടാണ്, കാരണം നെൽച്ചെടിക്കൊക്കെ ഡാമേജ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2,4D എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, എല്ലാത്തിനും സ്പ്രേ, നെൽച്ചെടിയിലല്ല സ്പ്രേ ചെയ്യുന്നത്. ഇനി നെൽച്ചെടിയിൽ അല്പം ആയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഈ 2,4D ഒരു പ്രത്യേകതയാണ്, അവൻ ഡൈക്കോട്ടായിട്ടുള്ള വീഡ്സിനെയൊക്കെ നശിപ്പിക്കും, പക്ഷെ മോണോകോട്ടായിട്ടുള്ള നെൽച്ചെടിക്ക് ഒരു ഹാംഫുൾ ഇഫക്റ്റ് ഉണ്ടാക്കില്ല, ഒരു ദോഷവും ഇല്ല 2,4D. അപ്പൊ ഈ നെൽച്ചെടികൾക്കിടയിലുള്ള കളകൾ നശിപ്പിക്കാൻ നമ്മൾ ആരെ ഉപയോഗിക്കും, 2,4D കൊണ്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പം ഈ നെൽച്ചെടികൾക്കിടയിൽ മുളച്ചു വരുന്ന നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ചെടികളും നശിച്ചു, നമുക്ക് ആവശ്യമുള്ള നെൽച്ചെടി മാത്രം അവിടെ നിൽക്കും. ഇതുപോലെ നമ്മൾ ഗാർഡൻ ചെയ്യുമ്പോഴേ ഇതേ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഗാർഡനിൽ നമുക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ ഇച്ചിരി ഹൈറ്റിൽ വളർന്നു വരുമ്പോഴേ ഇതിന്റെ ഇടയിലിരിക്കുന്ന ചെറിയ ചെടികളെ നശിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 2,4D അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ ചെടികളെല്ലാം നശിക്കും, നമുക്ക് ആവശ്യമുള്ള ചെടികൾ മാത്രം, കളകളായിട്ടുള്ള എല്ലാവരും നശിക്കും, നമുക്ക് ആവശ്യമുള്ള ചെടികൾ മാത്രം അവിടെ നിൽക്കും. അതാണ് 2,4D. അപ്പം 2,4D നല്ലൊരു വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാം. വീഡിസൈഡ് എന്ന് പറഞ്ഞാൽ കളനാശിനി. വീഡിസൈഡിന്റെ മലയാളം എന്താണ്, നല്ലൊരു കളനാശിനിയായിട്ട് ഉപയോഗിക്കാം. കളകളെ നശിപ്പിക്കാൻ പറ്റിയ ഒരു കളനാശിനിയായിട്ട് ആരെ ഉപയോഗിക്കാം, 2,4D ഉപയോഗിക്കാം. അപ്പൊ 2,4D നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, നല്ലൊരു വീഡിസൈഡ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ. ഇനി ഓക്സിജന്റെ ഫംഗ്ഷൻ ഞാൻ ഒന്ന് രണ്ട് സിമ്പിൾ ഫംഗ്ഷൻ ആണ്. ഓക്സിജൻ എന്ത് സഹായിക്കുന്നു, സൈലം ഡിഫറൻഷിയേഷന് സഹായിക്കും. എന്താ സൈലം ഡിഫറൻഷിയേഷൻ അല്ലെ, നമുക്കറിയാം പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ, സൈലം, ഫ്ലോയം തുടങ്ങിയ എല്ലാ പെർമനന്റ് ടിഷ്യൂ ഉണ്ടാകുന്ന മെരിസ്റ്റത്തിൽ നിന്നല്ലേ. അപ്പൊ മെരിസ്റ്റത്തിൽ നിന്ന് സൈലം ഉണ്ടാകുന്നതിനാണ് സൈലം ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുന്നത്. മെരിസ്റ്റം ടിഷ്യൂവിൽ നിന്ന് സൈലം ഉണ്ടാകുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, സൈലം ഡിഫറൻഷിയേഷൻ. അങ്ങനെ സൈലം ഡിഫറൻഷിയേഷന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇത് ഓക്സിൻ. അതുപോലെ ആൾസോ ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ നടത്തുന്നത് സൈറ്റോകൈനാണ്, തെറ്റിപ്പോലെ കേട്ടോ. സെൽ ഡിവിഷൻ ശരിക്കും ആരുടെ ഫംഗ്ഷനാ, അത് ഓക്സിന്റെ ഫംഗ്ഷൻ അല്ല. സെൽ ഡിവിഷൻ ആ പേരിൽ തന്നെ ഉണ്ട്, സൈറ്റോകൈനാണ് സെൽ ഡിവിഷൻ നടത്തുന്നത്. ചെറിയൊരു സഹായം ആര് ചെയ്യും, ഓക്സിൻ ചെയ്യും. അല്ലാതെ നിങ്ങൾ പഠിച്ചു നോക്കില്ല ഓക്സിനാണ് സെൽ ഡിവിഷൻ നടത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സെൽ ഡിവിഷൻ നടത്തുന്നത് സൈറ്റോകൈനിൻ. ആ സെൽ ഡിവിഷന് ചെറിയ ഒരു സഹായം ചെയ്യാൻ ആർക്ക് പറ്റും, ഓക്സിന് പറ്റും. അപ്പൊ ഓക്സിൻ ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഓക്സിനെ പറ്റി ഓക്സിന്റെ ഫംഗ്ഷനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു, ഒന്ന് റൂട്ട് ഇനിഷിയേഷൻ ഫ്രം സ്റ്റെം കട്ടിങ്സ്. ഓർമ്മയുണ്ടോ, റൂട്ട് ഇനിഷിയേഷൻ അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഏതെങ്കിലുമൊക്കെ ചെടികളുടെ സ്റ്റെം കട്ട് ചെയ്താണ് നടന്നതെങ്കിൽ ആ സ്റ്റെമ്മിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് നൽകുക, ഓക്സിൻ. ആ മണ്ണിൽ കുത്തി നിർത്തുന്ന ഭാഗത്ത് എന്ത് അപ്ലൈ ചെയ്യുക, ഓക്സിൻ. അപ്പൊ പെട്ടെന്ന് വേര് വരും. റൂട്ട് ഇനിഷിയേഷൻ ഫ്രം സ്റ്റെം കട്ട്.
സ്റ്റെം കട്ടിങ്സ്. അതുപോലെ തന്നെ രണ്ട് പൈനാപ്പിൾ പോലുള്ള പ്ലാന്റുകളിൽ പെട്ടെന്ന് എന്ത് നടക്കാൻ, ഫ്ലവറിംഗ് നടക്കാൻ നമ്മൾ ആര് അപ്ലൈ ചെയ്യും, ഓക്സിൻ അപ്ലൈ ചെയ്യുന്നു പഠിച്ചു പൈനാപ്പിൾ. ഇനി അടുത്ത ഇറ്റ് പ്രിവെന്റ് പ്രീമച്ചുർ ഫാൾ. പ്രീമച്ചുർ ഫാളിനെ പ്രിവെന്റ് ചെയ്യും. ഇറ്റ് പ്രിവെന്റ് പ്രീമച്ചുർ ഫാൾ, അതായത് ഫ്രൂട്ടോ ലീഫോ ഒക്കെ മെച്ചർ ആകുന്നതിന് മുമ്പ് കൊഴിഞ്ഞു വീഴുന്നതിനെ തടയും. മെച്ചർ ആയിട്ടേ കൊഴിഞ്ഞു വീഴാൻ സഹായിക്കുള്ളൂ. മെച്ചർ ആകുന്നതിന് മുമ്പ് കൊഴിഞ്ഞു വീഴുന്നതിന് ആര് തടയും, കൊഴിഞ്ഞു വീഴാൻ സമ്മതിക്കില്ല. എന്നാൽ മെച്ചർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അവരെ കൊഴിഞ്ഞു വീഴാൻ സഹായിക്കും. കൊഴിച്ചു വീഴ്ത്തുന്നത് അബ്സിസിക് ആസിഡ് ആണ്, കൊഴിഞ്ഞു വീഴാൻ സഹായിക്കുന്നത് ആരാണ്? അപ്പം മെച്ചർ ആയവരെ കൊഴിഞ്ഞു വീഴാനും മെച്ചർ ആകാത്തവരെ പ്രൊട്ടക്ട് ചെയ്യും, അതായത് അവരെ കൊഴിഞ്ഞു വീഴാൻ മീൻസ് അവരെ കൊഴിഞ്ഞു വീഴുന്നതിനെ തടയും, പ്രീമെച്ചർ ഫോള് തടയും. ഓക്കെ അല്ലേ, ക്ലിയർ? അതുപോലെ തന്നെ എപ്പിക്കൽ ഡോമിനൻസ്. ഓക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിന്റെ മീനിങ് എന്താ? മെയിൻ ബ്രാഞ്ചിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, ലാറ്ററൽ ബ്രാഞ്ചസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷെ അപ്പൊ മെയിൻ ബ്രാഞ്ച് കട്ട് ചെയ്താലും ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് കൂടുതൽ എന്ത് വരും, ബ്രാഞ്ചസ് വരും. അപ്പൊ ഇത് നമ്മൾ എവിടെയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? ടീ പ്ലാന്റേഷനിലും ഹെഡ്ജ് മേക്കിങ്ങിലൊക്കെയാണ് ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്തിട്ടുള്ളത്, പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതുപോലെ പാർത്തനോകാർപ്പി എന്താണ്, ഓവ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവർ ഫ്രൂട്ടായി മാറുന്നു. പാർത്തനോകാർപ്പി അതാരുടെ ഫംഗ്ഷൻ ആണ്, ഓക്സിന്റെ ഫംഗ്ഷൻ ആണ്. അടുത്ത ഓക്സിനെ നല്ലൊരു എന്തായിട്ട് ഉപയോഗിക്കുന്നത്, വീഡിസൈഡ് ആയിട്ട്, നല്ലൊരു വീഡിസൈഡ് ആയിട്ട് ആരും ഉപയോഗിക്കാം ഓക്സിനെ. വീഡ്സ് നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളെയൊക്കെ നശിപ്പിച്ച് കളയാൻ 2,4-D എന്ന് പറയുന്ന ഓക്സിനെ നമ്മൾ ഉപയോഗിക്കും. കൃത്രിമ ഓക്സിൻ ആണ് 2,4 ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. അതിനെ നമുക്കൊരു വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് പറഞ്ഞ പോലെ സൈലം ഡിഫറൻഷിയേഷൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ സൈലം ഡിഫറൻഷിയേഷൻ. സൈലം ഡിഫറൻഷിയേഷൻ ആര് സഹായിക്കും, ഓക്സിൻസ് സഹായിക്കും. സൈലം ഡിഫറൻസ് ലാസ്റ്റ് പറഞ്ഞ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ. ശരിക്കും സെൽ ഡിവിഷൻ നടത്തുന്ന ഓക്സിൻ ആണോ? ഒരിക്കലും അല്ല. സെൽ ഡിവിഷൻ നടത്തുന്നത് ഓക്സിൻ അല്ല, പക്ഷേ സൈറ്റോകൈനാണ് സെൽ ഡിവിഷൻ നടത്തുന്നതെങ്കിലും ഓക്സിന്റെ ഒരു ഹെൽപ്പ് ഉണ്ട്. ഓക്സിൻ ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സൈറ്റോകൈനോടൊപ്പം ചേർന്നുകൊണ്ട് സെൽ ഡിവിഷനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എന്ന് പറയുന്നത് ഓക്സിൻ. അപ്പൊ ഓക്സിൻ മറന്നു പോരുത്. ആദ്യമായിട്ട് ഓക്സിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത് എവിടെയാ, ഹ്യൂമൻ യൂറിനിലാണ്. എന്നാൽ ഒരു പ്ലാന്റിൽ നിന്ന് ആദ്യമായിട്ട് ഓക്സിനെ വേർതിരിച്ചെടുത്തത് എന്തിനാ, FW വിന്റെ ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റേരിയിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ട് നാച്ചുറൽ ഓക്സിൻ ആണ് എന്നാണ് IAA ഇൻഡോൾ 3 അസറ്റിക് ആസിഡും IDA ഇൻഡോൾ ബ്യൂട്ടാരിക് ആസിഡും. രണ്ട് ആർട്ടിഫിഷ്യൽ ഓക്സിനുകളാണ് NAA നാഫ്തലീൻ അസറ്റിക് ആസിഡ്, 2,4-D 2,4 ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഓക്സിൻ?